നമ്മളെപ്പോലെയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലൊക്കെ ഉള്ള വളരെ റെഗുലറായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിൾ ആയിരിക്കും മിക്കവാറും. അയാളുടെ സാഹചര്യം സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർ കൈ സിനിമ തന്നെയാണ്. പക്ഷേ അയാളുടെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ, ആ സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക്കായിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം, പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം, ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്ന് ഊരി പോരണം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക, ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ്. ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം, ഹ്യൂമർ ചെയ്യുക എന്നുള്ള സ്പേസ്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും ബേസിക്കലി പറഞ്ഞ പോലെ ജിത്തു സാറിൻ്റെ ഒരു പടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. ഞാനും ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ത്രില്ലർ പടമാണെന്നാണ്, പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത്. അതൊരു എക്സ്ട്രാ സന്തോഷം. തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിൽ നായകനായി വരുന്നത്. ബേസിൻ്റെ കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ മോഹം അങ്ങ് സഫലമായി. ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. എൻ്റേതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ്. പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത്. അപ്പം അതാണ് എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. മിമിക്രി എന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി ജിത്തു സാറിനെ പോലത്തെ ഡയറക്ടറിൻ്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല. ഒരു ഫണ്ണ് എലമെൻ്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്. ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളടുത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഉഗ്ര ആക്ടറും കൂടെ ആയിരുന്നു. നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടെ തരും സാർ. അപ്പോൾ എന്തായാലും വേണ്ടേ? അതെ, സാറ് പറഞ്ഞു തരും. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പോൾ സാറ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ് വിളിച്ച് പറയുകയും ചെയ്യും, മൈക്കുന്നു അത് ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറേ നാൾ അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ചൊരു സിനിമ കിട്ടി. പ്രിയൻ സാർ, ലാൽ സാർ ഒപ്പം കാത്തൊരു കോമഡി പടം പ്രിയൻ സാർ, ലാൽ സാർ കോമ്പിനേഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി. അങ്ങനെ കാത്ത് ജിത്തു സാറിൻ്റെ പടക്കുന്ന ഒരു ത്രില്ലർ ചെയ്യാമെന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയിപ്പോയി. പക്ഷേ ഐ ആം വെരി ഹാപ്പി. ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷ്യൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. താങ്ക് യു. ചോദിക്കാണ്ട് കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയിൽ. അപ്പോൾ ജിത്തു സാറ് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പം ബേസിലും ഗ്രേസും പറഞ്ഞ മാതിരി ആദ്യം പോലീസായിരിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് ഈ സിനിമയിൽ. പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ്. മനോജേട്ടൻ ഇതിലൊരു സിനിമാ നടനായിട്ടാണ്. അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ
ഗ്രേസും ബേസിലൊക്കെ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. സിദ്ദിഖിയായിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞു തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. മാക്സിമം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻസിൻ്റെ ഉദ്ദേശം അതാണല്ലോ. അപ്പോൾ റിലീസിന് മുമ്പ് ഈ സിനിമയ്ക്ക് പരമാവധി പ്രേക്ഷകരെ 15-ാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനഭിനയിച്ച പ്രധാന റോളുകൾ ചെയ്തിട്ടുള്ള കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റു ചിലർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സംവിധായകനായ ജിത്തു ജോസഫ് ഇവിടെയുണ്ട്, റൈറ്റർ കൃഷ്ണകുമാറുണ്ട്, പിന്നെ നിങ്ങൾക്കറിയാവുന്ന പരിചയമുള്ള മുഖങ്ങളായ ഞങ്ങളെല്ലാവരും ഉണ്ട്. തയ്യാറാക്കി മുന്നോട്ട് വരുമ്പോൾ എപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില സസ്പെൻസ്, ട്വിസ്റ്റ്, അങ്ങനത്തെ ഒരു ഇതൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തത് ഒരു പ്യുവർ കോർട്ട് റൂം ഡ്രാമയായിരുന്നു. ഇതൊരു ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ വന്നിരിക്കുക, എന്താ പറയുക, ചിരിക്കുക, സന്തോഷമായി വീടുകളിലേക്ക് മടങ്ങുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇത്ര സ്ട്രെസ്ഫുൾ ലൈഫിനകത്തൊരു റിലീഫിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ എല്ലാവരും സിനിമ കാണാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററുകളിൽ വന്ന് ഈ സിനിമ കാണണം. ഇതിനകത്ത് വലിയൊരു താരനിര തന്നെയുണ്ട്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വളരെ ഒരു മത്സരിച്ചുള്ളൊരു അഭിനയം ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. എല്ലാവരും അവരവരുടെ ക്യാരക്ടറുകൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഇതിനു മുമ്പുള്ള 2 സിനിമയും ജിത്തുവിൻ്റെ കൂടെയാണ്. ജിത്തുവിൻ്റെ കൂടെയുള്ള 3ാമത്തെ സിനിമ. 2 സിനിമകളും ത്രില്ലർ ജോണറിൽ പെട്ട ജിത്തുവിൻ്റെ ഒരു സ്ട്രോങ് മേഖല എന്ന് പറയുന്ന ആ ജോണറിൽ പെട്ട സിനിമയായിരുന്നു. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഒരു കോമഡി ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഡാർക്ക് ഹ്യൂമർ അങ്ങനത്തെ ഒരു ട്രാക്കിലുള്ളൊരു സിനിമ എഴുതുന്നതും ചെയ്യുന്നതും. അപ്പോൾ ഈ സിനിമയിൽ ഒരു റൈറ്റിങ്ങിനകത്തിൽ ഒരു ഡിഫറെൻ്റായൊരു രീതി പരീക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രീതി എന്നല്ല, ഒരു എടുത്തു പറയാവുന്ന ഒരു 2-3 ട്രാക്കിലായിട്ട് കഥകൾ വന്നിട്ട് ഈ കഥകളെല്ലാം കൂടെ ഒരു മെർജ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത്.